ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് ഔട്ടിങ്ങിന് പോവാട്ടോ. ഞാനും ഹസ്ബൻഡിൻ്റെ അനിയനും സെയിനും കൂടിയാണ് പോണത്. എവിടേക്കും അല്ല, കോഴിക്കോട് കേട്ടോ. ഒരു 1:45 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എണ്ണ ഒക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. സൈനുവിന് പിന്നെ ബോറടിക്കാക്കാൻ വേണ്ടി നമ്മൾ രണ്ടാളും മാറി മാറി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിയിൽ ഡെക്കാത്തലോൺ കണ്ടപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോൾ കോഴിക്കോട് വന്നാലും ഡെക്കാത്തലോണിലൊന്ന് കയറിയിട്ട് നമ്മൾ മാൾക്ക് പോകലുള്ളൂ കേട്ടോ. അതെന്താണെന്നറിയില്ല, ജസ്റ്റ് കയറും, സാധനങ്ങളൊക്കെ ഒന്ന് നോക്കും, ഇറങ്ങും. ഇപ്രാവശ്യം പോയത് ഹസ്ബൻഡിന് എന്തോ കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞാനും സൈനും തേരാപ്പാര നടക്കുക, ഹസ്ബൻഡും അനിയനും എന്തൊക്കെയോ നോക്കി ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടോളി. പിന്നെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എത്ര നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ക്യാമറൻ്റെ മുന്നിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാൻ എടുത്ത വീഡിയോ ആണെങ്കിലോ ടൈം ലാബ്സിലായിപ്പോയും ചെയ്തു. എന്ത് ചെയ്യാനേ, കഷ്ടകാലം. അപ്പോൾ ബാക്കിയും കൂടി നിങ്ങളെ കണ്ടോളി. അങ്ങനെ നമ്മൾ ഡെക്കാത്തലോണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഓടി കയറി കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോണത് ഹൈലൈറ്റ് മാൾ കേട്ടോ. അങ്ങനെ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എത്താൻ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട്, കാരണം ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ പുതിയ പാലം വന്നിട്ടില്ലേ, അതിൽ കൂടിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് പാലത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ഹൈലൈറ്റ് മാൾക്ക് കോഴിക്കോട് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായാലും ഹൈലൈറ്റ് മാളിൻ്റെ എൻട്രൻസിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ാണ് ഈ പോണത്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹൈലൈറ്റിൻ്റെ ഉള്ളിൽ നടക്കാട്ടോ. താഴെ നിന്ന് നമ്മൾ എസ്കലേറ്റർ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എസ്കലേറ്റർ എന്നുള്ള അതിസാഹസികമായ വീഡിയോസാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാട്ടോ ആദ്യം കയറിയത്. എനിക്ക് എസെൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ നമ്മൾ ഈ ഫ്രോസൺ ഐറ്റംസിൻ്റെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സോസേജ് നോക്കാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെ 2-3 സോസേജൊക്കെ നോക്കി വെച്ചു, പക്ഷെ നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഫ്രോസൺ അല്ല, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുവരെ കയ്യിൽ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ എടുത്തില്ല. തിരിച്ച് പോരുമ്പോൾ എടുക്കാൻ വിചാരിച്ചു, പക്ഷേ തിരിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ മറന്നിട്ടത്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു ഡ്രീം കേക്കും വാങ്ങി, 2 ജ്യൂസസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ബില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അനിയൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇനി നമ്മൾ ഹൈലൈറ്റ് മാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണേ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മാൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് സുഡിയോയിലാട്ടോ. സുഡിയോയിൽ സംഭവം സൈനുവിന് കുറച്ച് ഡ്രസ്സ് നോക്കാം, ഹസ്ബൻഡിന് കുറച്ച് ടീഷർട്ടൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് കയറിയതായിരുന്നു. അങ്ങനെ നോക്കലൊക്കെ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എടുക്കാതായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കെന്താ കുട്ടികളെ സെക്ഷനിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നരക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒന്നും എടുക്കാതെ രണ്ടാമതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു മെൻറ്റ് പറഞ്ഞിട്ടുള്ള പുതിയ ഷോപ്പ് കേട്ടോ. ഇത് കുറേ റീൽസിൽ എൻ്റെ ഹസ്ബൻഡ് കണ്ടു വെച്ചിട്ട് അവിടെ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അവിടെ നിന്നും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഫുൾ ബോഡി മസാജിൻ്റെ സംഭവം കണ്ടത്. അത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഹൈലൈറ്റിൽ വരുമ്പോൾ കാണലുണ്ട്, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡും അനിയനും മാത്രമാണ് അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും സീനും അതൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് രണ്ടാളും പറഞ്ഞത് കുറച്ച് പെയിൻഫുൾ ആണ്. അതായത് നമ്മൾ ഒരാൾ ചെയ്യണ പോലെ അല്ലല്ലോ ഒരു മെഷീൻ ചെയ്യുമ്പോൾ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് മാത്രമേ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മസാജിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ. അങ്ങനെ ഫുഡ് കോർട്ട് ചെന്നപ്പോൾ എവിടെ നിന്ന് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനായി. അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് നടന്നിട്ടാണ് നമ്മൾ ഓരോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ പോയിട്ട് പിസ്സ റിക്കോട്ടയിൽ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മോളാണ് ഓർഡർ ചെയ്തത്, കാരണം നമുക്ക് ആർക്കും ഈ പിസ്സൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ കണ്ടപ്പോൾ ഒരു പൂതിക്ക് ഒരു സ്മോൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഫ്ലേവറാണെന്ന് ഞാൻ ഓർക്കണില്ല. അങ്ങനെ അത് കൈ കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഹസ്ബൻഡും അനിയനും പോയിട്ട് ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ വിങ്സ് മാത്രമായിട്ടാണ് കഴിച്ചത്. എനിക്ക് എന്താണോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ പിസ്സയും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ചീസിൻ്റെ ഫ്ലേവറൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു പിസ്സയും പിന്നെ 2-3 വിങ്സും കഴിച്ചിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
സൈനുവിന് പിന്നെ നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ഒരു 7 മണിക്ക് ഫുഡ് കഴിക്കില്ല. ആ ഫുഡ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഞാൻ സൈനുവിനെ ഫീഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈനുവിനെ ഫീഡ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഗെയിമിന്റെ സെക്ഷനിലേക്കാണ്. പക്ഷെ അതിന്റെ അകത്തേക്കൊന്നും നമ്മൾ കയറാൻ നിന്നില്ല. പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫോൺ കേസിന്റെ ഷോപ്പ് കാട്ടോ. എന്റെ ഫോൺ കേസ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഫോൺ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ട്രാൻസ്പെറന്റ് ഫോൺ കേസ് ആട്ടോ എന്റെ കയ്യിലുള്ളത്. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഏതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയത് ഈസി ബൈയിലാട്ടോ. നമ്മളെ സുഡിയോ ഒക്കെ പോലെ തന്നെ അവിടുന്ന് 2-3 ടീഷർട്ടൊക്കെ നോക്കി ഒരു കാർഗോ പാൻറ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എന്തുകൊണ്ടോ അപ്പത്തെ മൈൻഡിൽ എടുത്തില്ല. പക്ഷെ ഇപ്പൊക്ക് ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അത് എടുത്താൽ മതിയെന്ന് തോന്നിട്ടോ. പിന്നെ മാക്സിലൊക്കെ വെറുതെ ഒന്ന് കയറി കണ്ടു. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും ഈ ഡെക്കറേഷൻ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് താഴെ ഗ്രൗണ്ട് ഫ്ലോർക്കാണ്. അവിടെ നമ്മൾ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടില്ലേ, അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയിൽ സെയിൻ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ പോയി കാർ എടുത്ത് ഇനി നമ്മൾ നേരെ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് SM സ്ട്രീറ്റിലേക്കാണ്. പക്ഷെ നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. പാർക്കിംഗ് കിട്ടാത്തതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ഏതൊക്കെ ഓടുവഴി കൂടി കയറി അവസാനം SM സ്ട്രീറ്റിന് നടുക്ക് ചെന്നെത്തി. ഗൈസ്, എന്തേലും പറയണോ? ആൾക്കാർ നടക്കണേന്റെ ഇടയിൽ പോയി കാർ നിർത്തി എന്താ അവസ്ഥ? അതാണ് പിന്നെ കണ്ടോണ്ടിരിക്കണം. നാളും കട ഒടുക്കലും പോണ. അവസാനം നമ്മൾ ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ച് നേരെ പോയത് കോഴിക്കോട് ബീച്ച് കാട്ടോ. അവിടെ എത്തിയപ്പോഴും എന്താ അവസ്ഥ വെച്ചാൽ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു റൗണ്ട് അടിച്ചതിന് ശേഷമാണ് നമുക്ക് പാർക്കിങ്ങിന് ഒരു സ്ഥലം കിട്ടിയത്. അങ്ങനെ അവിടെ കാറൊക്കെ നിർത്തി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ, കോഴിക്കോട് ബീച്ചിൽ പോയാൽ ഫുഡ് കഴിക്കുക, ഉപ്പിലിട്ട് കഴിക്കുക, ചുരണ്ടേസ് കഴിക്കുക, അതൊക്കെ. അതിന്റെ ഇടയിൽ ഒരു കുതിരനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചോക്ലേറ്റ് ഫൗണ്ടൈനുള്ള ഒരു കട ഉണ്ട്. അതായത് നമ്മൾ ചോക്ലേറ്റ് ഐറ്റംസ് കിട്ടണേ. അങ്ങനെ അവിടെ പോയിട്ട് വാനില സ്പഞ്ച് വിത്ത് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്താണെന്ന് അറിയില്ല, സ്മൂച്ചറൊക്കെ പോയി കഴിച്ചോണ്ടാണോ അറിയില്ല, വലിയ ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് അതിനകത്തൊന്നും തോന്നിയില്ല. പക്ഷേ പ്രൈസ് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ക്വാളിറ്റി ഉണ്ട് ചോദിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. സെയിനുവിന് പിന്നെ എന്ത് കിട്ടിയാലും കഴിച്ചോളും. പക്ഷെ നമ്മൾ അധികം മധുരം കൊടുക്കാറില്ല. ഇനി നമ്മൾ ചൊരണ്ടേസ് കഴിക്കാൻ പോയി. ഞാനൊരു മിക്സഡും അനിയനൊരു സ്വീറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിന് ചൊരണ്ടേസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഹൈലൈറ്റ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പോരാത്തിന് ഹസ്ബൻഡിന്റെ കയ്യിലാണ് സെയിനും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഹസ്ബൻഡിന്റെ കയ്യിൽ സെയിനിനെ തന്നിട്ട് കുറച്ച് ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിയിൽ നമ്മൾ കാടമുട്ട മസാല അല്ലേ, അത് പാഴ്സലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചതുകൊണ്ട് വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ അത് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണല്ലോ. പിന്നെ നമ്മൾ കാറിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പ് അവിടെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കണതിന്റെ ഇടയിൽ നിന്ന് സെയിനുവിന് ഈ പാട്ട് പാടുന്ന മൊബൈൽ ഫോണിൽ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോവാണ്. തിരിച്ചു പോണ വഴിയിൽ ഏതോ ഒരു അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു പോണ വഴിയിൽ നമ്മൾ ഡിന്നർ പാഴ്സലാക്കിയിട്ട് വീട്ടിൽ പോകാട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.